ഇവിടുത്തെ ബെല്ലി ഡാൻസും ഉണ്ട്, ഇവരുടെ ബെല്ലി ഡാൻസ്. ഡെസേർട്ട് സഫാരി പോലെ തന്നെ ഇവിടെ ഡോങ്കി സഫാരി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. 1500 വർഷം പഴക്കമുള്ള ഒരു ഒലീവ് ട്രീ ആണ്. ഒലീവ് ട്രീ മുത്തശ്ശനാണിത്. എടേ ഒരു മയില്, അതാ ഡോങ്കി മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയ ലിക്കറാണ് ഇത്. ഈ കല്ലിൻ്റെ ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പുതിയതാണ്, ഇത് റീകൺസ്ട്രക്റ്റഡ് ആണ്. ഇത് പണ്ടത്തെ പാട്ടാണ്, മണ്ണൊക്കെ കുഴച്ച് തേച്ച പോലത്തെ ഒരു സംഭവമാണ്. അടിപൊളി വഴിയാണല്ലേ, സീനിക് റൂട്ട്. ഡിസ്കവർ സൈപ്രസ് എന്ന 9 days 8 nights നമ്മൾ സൈപ്രസ് ട്രിപ്പിൻ്റെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് അഗെയിൻ ഫ്രം നിക്കോസിയ. വെതർ എന്ന് വെച്ചാൽ ഇന്ന് ക്ലൗഡിയാണ്, മഴയൊക്കെ പെയ്തിട്ടുണ്ട്, കാണുന്നില്ലേ വണ്ടിൻ്റെ മുകളിൽ മുഴുവൻ വെള്ളം. അപ്പോൾ നമ്മളിങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അല്ല സൈപ്രസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ലാസ്റ്റ് ഡേ. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല, റിലാക്സ് ആയിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പം പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ കാണണം. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു വെച്ചിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. സമയത്തിനനുസരിച്ച് ചെയ്യണം. പിന്നെ വെതർ സമ്മതിക്കും കൂടെ വേണം, മഴയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മൾ ഡെന്നിസ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമുക്ക് 6:30 ഫ്ലൈറ്റ്. അതെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോകുന്ന വഴിക്ക് മഴ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വന്നപ്പോഴും മഴയായിരുന്നു, പോകുമ്പോഴും മഴയാണല്ലേ. നമ്മൾ അങ്ങനെയാണ് സൈപ്രസ് വെൽക്കം ചെയ്യുന്നതും പറഞ്ഞു വിടുന്നത്. പാർക്ക് നമ്മൾ ബിഗ്ഗസ്റ്റ് ഡോങ്കി പാർക്ക് ഇൻ സൈപ്രസ് ആണ്. ഡോങ്കി പാർക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്, ഗോൾഡൻ ഡോങ്കി ഫാം എന്ന് പറഞ്ഞിട്ട്. ഗോൾഡൻ ഡോങ്കി ഫാമിലേക്ക് പോകുന്ന വഴിക്ക് സൈഡിൽ ഇങ്ങനെ നല്ല അടിപൊളി സ്ഥലം കണ്ടിട്ട് നിർത്തിയതാണ്. എന്താ രസം എന്ന് പറയുക, ഇവിടെ ഭയങ്കര കാറ്റുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. ഇവനെ നമ്മുടെ 9 ദിവസത്തെ സാരഥി നിസാൻ നോട്ട് എന്ന് പറഞ്ഞ കാറാണ്, റെഡ് കളർ 60 എന്നുള്ള റെൻ്റ് കാറിൽ നിന്ന് എടുത്തതാണ്. നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ, കോമ്പാക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സുഖമായിട്ടൊക്കെ ഓടിച്ചു പോകാൻ പറ്റും, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണ്. അടിപൊളി വഴിയാണല്ലേ, സീനിക് റൂട്ട്. ഇതാണ് ഗോൾഡൻ ഡോങ്കി ഫാം കേട്ടോ. അതിൻ്റെ പുറത്ത് തന്നെ ഒരു ഗോൾഡൻ ഡോങ്കിനെ വെച്ചിട്ടുണ്ട് വിത്ത് ക്രിസ്മസ് ഹാറ്റ്. അത് വരുന്നുണ്ട്, പൂച്ച ബാക്കിലുണ്ട്. ഇവിടെ വലിയവർക്ക് €5, ചിൽഡ്രൻസിന് €3 ആണ്. നമുക്കുള്ളിൽ കയറാം. ഡോങ്കി റൈഡ് ഈസ് പോസിബിൾ അറ്റ് എക്സ്ട്രാ കോസ്റ്റ്. ഓക്കെ, കോഫി ഷോപ്പുണ്ട്, സോവനി ഷോപ്പുണ്ട്, ആംഫി തിയേറ്റർ, 1500-year-old ഒലീവ് ട്രീ ഉണ്ട്. 1500-year-old ഒലീവ് ട്രീ, ഒലീവ് പ്രസ് ഉണ്ട്, വാക്സ് മ്യൂസിയം ഉണ്ട്, വൈൻ മ്യൂസിയം ഉണ്ട്, ഡോങ്കി മ്യൂസിയം ഉണ്ട്, ട്രഡീഷണൽ ഹൗസ് ഉണ്ട്, ഗ്രീൻ ഹൗസ് ഉണ്ട്, എല്ലാം കാണാൻ പറ്റും. ഇക്കോ ഹെൻ ഫാം, ഡോങ്കീസ് ഫാം എല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം കാണാം. ടിക്കറ്റൊക്കെ കിട്ടി. ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു സോനി ഷോപ്പും പിന്നെ നോക്കിയേ ഡോങ്കീൻ്റെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ട് ഉള്ളൊരു മണി. യെസ്, ലെറ്റ്സ് ഗോ. നമ്മൾ ഗോൾഡൻ ഡോങ്കി ഫാമിലാണ് ഉള്ളത്. ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് സ്കരയൂനു വില്ലേജിലാണ്. വന്നപ്പോൾ തന്നെ അവർ വലിയൊരു പാംഫ്ലെറ്റൊക്കെ തന്നു കേട്ടോ. ഇതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ പറയുന്നതെന്ന് വെച്ചാൽ 200 ഡോങ്കികളുണ്ട് ഇതിനകത്ത്. കൂടാതെ ഇതിനകത്തൊരു വലിയത് 1500 വർഷം പഴക്കമുള്ള ഒരു ഒലീവ് ട്രീ ഉണ്ട്. ഇതുവരെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡോങ്കീസ് ഇവിടുന്ന് ഇപ്പം എക്സ്റ്റിങ്റ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫാം ബേസിക്കലി ഇവർ ഉണ്ടാക്കിയത്. ഇവിടെ ഇങ്ങനെ ഒരു ആംഫി തിയേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഷോയും കാര്യങ്ങളൊക്കെ നടത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇരിക്കാനുള്ള ഒരു സ്ഥലമാണ്, കാണുന്നില്ല, ഇങ്ങനെ ഇരിക്കാനുള്ളൊരു പ്ലേസ് ഇങ്ങനെ റൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ആംഫി തിയേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ആംഫി തിയേറ്റർ നേരെ ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ഒരു 1500 വർഷം പഴക്കമുള്ളൊരു ഒലീവ് ട്രീ ഉണ്ട്. ടെറ ഒലീവ ഒലീവ് ഫാമിൽ പോയ സമയത്ത് നമ്മൾ 900 വർഷം പഴക്കമുള്ളൊരു ഒലീവ് ട്രീ കണ്ടു. ഇത് 1500 വർഷം പഴക്കമുള്ളൊരു ഒലീവ് ട്രീ ആണ്. ഇപ്പോഴും ഒലീവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒലീവ് ട്രീ മുത്തശ്ശനാണിത്. ഇവിടെ ഒരു വാക്സ് മ്യൂസിയം ഉണ്ട്. ഓ, ഞാൻ വിളിച്ച അതിനുള്ള ഒരാൾ നിൽക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് വിചാരിച്ചത് തന്നെ. ഓ, ബീയുടെ എല്ലാം ഉണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ നിൽക്കുന്ന പോലെ തന്നെ കേട്ടോ. പണ്ടത്തെ സൈക്കിൾ ഇതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വാക്സ്
ഫിഗേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പണ്ടത്തെ സ്റ്റൈലിലുള്ള. പണ്ടത്തെ ഗ്രാമീണർ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണിക്കുന്നത്, അവരുടെ ലൈഫ് കാണിക്കുന്ന ഒരു സംഭവമാണ്, എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇത് ഓൾഡ് ഒലീവ് പ്രസ്സാണ് കേട്ടോ. ഇങ്ങനെയാണ് ആൾക്കാർ ഒലീവ് ഇതിലിട്ടിട്ട് ഇതിങ്ങനെ ചക്കാട്ടുന്ന പോലെ ഇങ്ങനെ ആട്ടും. ഓൾറെഡി നമ്മൾ ഓമഡോസ് വില്ലേജിൽ പോയ വീഡിയോ കണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്. അത് ഇതിൻ്റെ ഒരു വലിയ സംഭവമാണ് അവിടെ വെച്ചില്ലേ. ഇത് ഒലീവ് പ്രസ്, ഇതൊരു ടൈപ്പ് ഒലീവ് പ്രസ്സാണ്. ഇത് വേറൊന്നാണ്. അതിൻ്റെ ബാക്കി പത്രം ഉള്ളത് ഇവിടെ. ബാക്കി ഇങ്ങനെയുള്ളത് അതാണ് ഇവിടെ ഉള്ളത്. ആദ്യം ഒലീവ് ട്രീന്ന് ഒലീവ് പറിക്കുന്നു, ഒലീവിനെ വൃത്തിയാക്കുന്നു, ഒലീവ് പ്രസ്സിൽ ഇട്ടിട്ട് അതിനെ പ്രസ് ചെയ്തെടുക്കുന്നു. പ്രസ് ചെയ്ത് ഇങ്ങനെ ജാം പരുവത്തിലാക്കി എടുക്കുന്നു ഇതിനെ കൊണ്ട്. എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്തിട്ട് ഒലീവ് ഓയിൽ പുറത്തോട്ട് എടുക്കുന്നു. അതാണ് ചെയ്യുന്നത്. ഇതിനുള്ള ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് എടുത്തു തരും. അതിനുവേണ്ടി ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ടീമായിട്ട് വന്നു കഴിഞ്ഞാൽ ഗൈഡ് ടൂറൊക്കെ എടുക്കാൻ പറ്റും. അതിൻ്റെ സംഭവമാണിത്. ഇങ്ങനെ മുകളിലോട്ട് കയറാൻ, ഇങ്ങനെ ഒലീവ് ട്രീകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുകളിലോട്ട് കയറാൻ പറ്റും. നല്ല നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് മ്യൂസിയം, അങ്ങോട്ട് ഫാം. എടേ ഒരു മയില്, അതാ വാവ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല സംഭവങ്ങളും കാണുമല്ലോ. നമ്മുടെ നാഷണൽ ബേർഡിന് എവിടെയോ ഇന്ത്യൻ നാഷണൽ ബേർഡ് ദേ കിടക്കുന്ന അവിടെ. അതാണ് ഇന്ത്യയും സൈപ്രസുമായുള്ള ബന്ധം. ഇന്നലെ നമ്മൾ മഹാത്മാഗാന്ധിയെ കണ്ടു, ഇന്ന് നമ്മൾ നാഷണൽ ബേർഡിനെ കണ്ടു. അതെ, ഇനി ആനേനെ കാണാൻ കിട്ടുമോ? ഒലീവ് ട്രീ ഇതൊക്കെ ഒലീവ് ട്രീകളാണ്. കുറേ വർഷം പഴക്കമുള്ള ഒലീവ് ട്രീകൾ. ഇത് 900, 1000, 1500 വർഷം പഴക്കമുള്ള ഒലീവ് ട്രീകളാണ്. വാ, ഇതൊരു ചർച്ചാണ്. മദർ മേരി ഓഫ് മെമീല. ഈ മെമീല എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാണിത്. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ താഴെ നിന്ന് കണ്ട ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുക്കാം. നമ്മളെ നാട്ടിൽ നമ്മൾ കാലുകൊണ്ട് ചവിട്ടി എടുക്കുന്നില്ലേ, അതിന് പകരം ഇതിങ്ങനെ തിരിച്ചിട്ട് ഡോങ്കീനെ വെച്ച് കെട്ടിയിട്ട് തിരിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ ഡോങ്കീനെ കെട്ടും, അതിനിങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇത് തിരിയുമ്പോൾ വെള്ളം പുറത്തോട്ട് വരും. അങ്ങനെ ഇതൊരു ഡോങ്കി കാട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പൂച്ച പോകുന്നുണ്ട്. എവിടെ നോക്കിയാലും പൂച്ചയാണ്. നല്ല രസമുണ്ടാണ് അല്ലേ. ഇനി ഇവിടെയൊക്കെ വലിയ വലിയ പ്രായമുള്ള ഒലീവ് ട്രീകളാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞ സംഭവം ഇത് ചെയ്യുന്നത്, ഇങ്ങനെ ഡോങ്കിനെ കെട്ടിയിട്ട് ആ വെള്ളം ഇങ്ങനെ പുറത്തോട്ട് വെക്കുന്ന പരിപാടിയാണ്. വാട്ടർ മിൽ എന്നതിൻ്റെ പേര്. അതുപോലെ ഇവിടെ അതിനുള്ള എക്യുപ്മെൻറ്റ്സൊക്കെ അതിൻ്റെ പുറത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ടർക്കി കോഴികൾ, അപ്പുറത്ത് ആട്, ഡോങ്കി നിൽക്കുന്നുണ്ട്. ഡോങ്കി ഇത് എവിടെ ഉണ്ട് കേട്ടോ. ആട്, കോഴി എല്ലാം ഇവിടെ ഉണ്ട്. ഇതും ഒരു വാക്സ് മ്യൂസിയമാണ്, പ്ലസ് ഒരു ട്രഡീഷണൽ ഹൗസ് കാണിക്കുന്ന സംഭവം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. എനിക്ക് തോന്നുന്നത് ഇതൊരു ടാവാണ് കാണിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് പണ്ടത്തെ റേഡിയോ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈക്കിള്, ലേസ് നെയ്യുന്ന സ്ത്രീകൾ, ലേസ് മാത്രമല്ല നെയ്ത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഗാമൺ കളിക്കുന്നു ഇവിടെ രണ്ടുപേരും ഇരുന്നിട്ട്. അവരുടെ പണ്ടത്തെ കട്ടിൽ, കിടക്ക അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കിച്ചണിൽ എങ്ങനെയൊക്കെയായിരുന്നു അവർ ഉണ്ടാക്കിയിരുന്നത്. ഇത് അപ്പം ഉണ്ടാക്കുന്ന പരിപാടിയാണെന്ന് തോന്നിട്ട്. നോക്കിയേ, എന്തോ കഴിക്കേണ്ട സാധനം ആക്കിയിട്ട് റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുന്ന ഒരു സാധനമാണോ ഈ ഒരു സാധനം. എന്തൊക്കെയോ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ ഒരു സാധനത്തിന്. അതെ, പണ്ടത്തെ പാത്രങ്ങൾ, ഇസ്തിരിപ്പെട്ടി എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ ഒരു എല്ലാം പണ്ടത്തെ എങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടെ ലൈഫ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. ഇനി നമ്മൾ പോകുന്നത് ഡോഗി ഫാമിലോട്ടാണ്. കുഞ്ഞു ഡോങ്കി അതാ അവിടെ. ഇവിടെയൊക്കെ ഒലീവ് ട്രീ ഉണ്ട്, ഫുൾ ഒലീവ് ട്രീ ആണ്. അതിൻ്റെ ഇടയിൽ ഡോങ്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ബേബി ഡോങ്കീസ് ഇവിടെ ഉള്ളതാണ് ബേബി ഡോങ്കീസ്. ഇങ്ങോട്ടുള്ളത് പ്രായമായ ആൾക്കാരൊക്കെയാണ്. അവിടെയുള്ളൊരു ബേബി ഡോങ്കി അമ്മേനെ ഒന്നും ചിരിക്കുന്നത്, ഇപ്പം പ്രസവിച്ചല്ലോ ഇപ്പം അടുത്ത്. ഇതാണ് ബേബി ഡോങ്കീസ്. ബേബി ഡോങ്കീസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വലിയ ആൾക്കാരാണ്. പിന്നെ ഇവിടെ ഡോങ്കി സഫാരി, സൈപ്രസ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പരിപാടി ഉണ്ട്. നമ്മുടെ അറേബ്യൻ നൈറ്റ്സ് പോലെ തന്നെ ഡോങ്കി സഫാരി ഉണ്ട് ഇവിടെ. ഈ ഡോങ്കിൻ്റെ മുകളിൽ കയറിയിട്ട് ഇങ്ങനെ കുന്നൊക്കെ കയറിയിട്ട് വരാം. നമ്മളവിടുത്തെ പരിപാടി തന്നെ.
ഡെസേർട്ട് സഫാരിക്ക് വരെ ഡോങ്കി സഫാരി. ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും. കുറേ എണ്ണം ഉണ്ടല്ലേ, ഒരുപാടുണ്ട്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡോങ്കി ഫാം എന്നാണ് പറയുന്നത് ഇവിടുത്തെ. സൈപ്രസിലെ ഏറ്റവും വലിയ ഡോങ്കി ഫാമാണ് ഇതെന്നാണ് പറയുന്നത്. ഇവിടെ ഇതാ ഒരു കുഞ്ഞു ഡോങ്കി, കുഞ്ഞു ഡോങ്കി ജനിച്ചപാടുള്ളതാണ്. പാവം കിടന്നുറങ്ങുന്ന അവിടെ. ഇപ്പോൾ പ്രസവിച്ചാന്ന് തോന്നുന്നു. ഇത് അമ്മയാണ് അതിൻ്റെ. അങ്ങനെ പ്രസവിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് പാവം. അവിടെ ഉണ്ട് പറ. ഹലോ. അവിടെ ഇതാ പാല് കുടിക്കുന്നത്. അവിടുത്തെ വേറെ ഒരു ചെറിയൊരു ഡോങ്കി അവിടെ ഉണ്ട്. ഇത് രണ്ടും ഇപ്പോൾ പ്രസവിച്ചാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതാണ് അമ്മേനെ ഒന്നിച്ച് നിർത്തിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈപ്രസിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ ഇവിടെ തന്നെ കാണാം. ഓരോ സ്ഥലത്ത് പോയിട്ട് ഒതൻറ്റിക്കായിട്ട് കാണുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എല്ലാ സംഭവം കണ്ടിട്ട് പോവാം. ഒലീവ് ഉണ്ട്, ഡോങ്കീസ് ഉണ്ട്, സിട്രസ് ഫ്രൂട്ട് ഉണ്ട്, സാധാ ഫാമുകളുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. വൈൻ മേക്കിംഗ് ഉണ്ട്, എല്ലാ സംഭവവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒലീവ് ടേസ്റ്റ് ചെയ്യാം, ഡോങ്കി മിൽക്ക് ടേസ്റ്റ് ചെയ്യാം. കൊള്ളാം അല്ലേ, നല്ലൊരു ഫെസിലിറ്റിയാണ്. അല്ല 5 യൂറോക്ക് വർത്താണ്. 5 യൂറോക്ക് വർത്താണ്. അത്യാവശ്യം കുറേ കാണാനുണ്ട്, നിങ്ങൾക്ക് ചെയ്യാനുണ്ട് കുറേ. ഡോങ്കി സഫാരി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡെസേർട്ട് സഫാരി പോലെ തന്നെ എക്സ്പ്ലോറിംഗ് സൈപ്രസ് ഹിഡൻ ജെംസ്, ഹലോമി ചീസ് ലൈവ് ഷോ, ഒലീവ് ബ്രെഡ് മേക്കിംഗ്, ഫാം ടൂർ, ഡോങ്കി റൈഡിംഗ് ഫോർ ചിൽഡ്രൻ, ടേസ്റ്റിംഗ് ഓഫ് ദ ഫാം പ്രൊഡക്ട്സ്, ട്രഡീഷണൽ ഡിന്നർ, സിപ്രിയോട്ട് ഡാൻസസ് ആൻഡ് സിർട്ടാക്കി വിത്ത് പ്രൊഫഷണൽ ഡാൻസേഴ്സ്. ഇവിടുത്തെ ബെല്ലി ഡാൻസും ഉണ്ട്, ഇവരുടെ ബെല്ലി ഡാൻസ്. കൊള്ളാമല്ലോ. ഇത് പുതിയൊരു ഇൻഫർമേഷൻ ആണ് കേട്ടോ. ഡെസേർട്ട് സഫാരി പോലെ തന്നെ ഇവിടെ ഡോങ്കി സഫാരി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ചെറിയൊരു ഇല്ലി കഫേ ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഒരു ബഫേ റെസ്റ്റോറൻറ്റും ഉണ്ട്. സാധനങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയാണ് സംഭവം. ഇതാണ് ഒരു കഫേ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. എല്ലാം വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഡോങ്കിയുടെ ഫോട്ടോസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഒലീവിനെ കൊണ്ടുള്ള അച്ചാർ ടൈപ്പ് സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഡോങ്കി മിൽക്ക്, ഡോങ്കി മിൽക്ക് ലിക്കർ. ഓക്കെ, ഡോങ്കി മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ലിക്കർ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊള്ളാലോ. ഇത് കാരബിനെ കൊണ്ടുള്ള സിറപ്പ്. ഇതിങ്ങനെ കുറേ സോവനീസൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊള്ളാൻ നല്ല രസമുണ്ടാണ്. സൈപ്രസിൻ്റെ ഇതിലുള്ള ഒരു കുപ്പി, ഇത് കൊള്ളാം അല്ലേ. അത് സോവനിയർ ബോക്സ്. 14 യൂറോ ആ ഒരു സോവനിയർ ബോക്സിന്. കൊള്ളാം, നല്ല സാധനങ്ങൾ. ഹണി, അതുപോലെ ഇവരുടെ ട്രഡീഷണൽ സ്വീറ്റ്സ് അതൊക്കെ വെച്ചിട്ടുണ്ട്. ഡോങ്കി ഫാമിൻ്റെ ടീഷർട്ടുകൾ, എല്ലാ സാധനം. ഒലീവ് വുഡ് കൊണ്ട് ഉണ്ടാക്കിയ പല ടൈപ്പ് കരകൗശല വസ്തുക്കൾ അതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ഡോങ്കി മിൽക്കാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. Light, okay, without smell and very healthy. We are always using like antibiotic. Okay. Like Antibiotic. twice a year. okay. Okay. Yes. Cheers. cheers Cheers. There is a lot of protein. okay Protein is lysozyme. okay This protein help our immune system. Yes. We have also liqueur with donkey milk. Okay. Would you like to try? yeah, okay, The I'll alcohol try. is so little. okay How much alcohol it is coming? 17. 17. Okay. Just Okay. Okay. okay Thank Okay. you. This is with donkey milk. ഡോങ്കി മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയ ലിക്കറാണ് ഇത്. Yes. 17% ആൽക്കഹോൾ. മധുരം അല്ലേ. Base of Sweet. this is Zivania. Zivania. It's sweet. Do you know our traditional spirit? Yeah, Fire, I water, okay. Yes. This is sweet. Welcome. Yes, Oscar Liveras. Yes, you can try also chocolate. Okay. We have creams for body, for hands, okay for the face. Okay. okay ചോക്ലേറ്റ്. ഇത് ഡോങ്കി മിൽക്ക് കൊണ്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ആണ്. പ്ലെയിൻ അല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അതിന് ഡോങ്കി മിൽക്ക് എന്ന് പറയുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ടുള്ളതാണ്. ഐ മീൻ നമ്മളെ കൗസ് മിൽക്ക് എന്ന് വെച്ചാൽ നല്ല തിക്കല്ലേ, ആ പാലിൻ്റെ ഒരു രസം ഉണ്ടാവും. ഇത് പാലിൻ്റെ ചെറിയൊരു നേരിയൊരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പുളിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കാരമൽ മിൽക്കൊക്കെ പറയുന്ന സമയത്ത് അതിന് ഉപ്പ് രസം ഉണ്ടാവുമെന്ന് പറയുന്നല്ലോ, അങ്ങനെയൊന്നുമില്ല. ഇത് നോർമലാണ്. പൊമഗ്രാനൈറ്റ് സിറപ്പാണ്. ഇത് ക്യാരബ് സിറപ്പാണ്. ഇതാണ് ക്യാരബ്.
ഒലീവ്സ് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ടേസ്റ്റ് നമ്മൾ കഴിച്ച ഒലീവ്. ഇത് സ്പൈസി ഒലീവാണ് ആണല്ലേ? നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതെ അതെ, സെയിം ടേസ്റ്റ്. ഡോങ്കി മിൽക്ക് കൊണ്ടുണ്ടായ സോപ്പ്, ബോഡി ലോഷൻ, എല്ലാ സംഭവങ്ങളും ഇവർക്കുണ്ട്. ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. ഇത് നമുക്ക് വാങ്ങാൻ പറ്റും. നമ്മൾ ഡോങ്കി ഫാമിൽ നിന്ന് ഇറങ്ങി നേരെ ഇതാ ലർണാക്ക എത്തി. എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ളത് ലർണാക്ക സോൾട്ട് ലേക്കിൻ്റെ അടുത്തുള്ളത്. നമ്മൾ ലർണാക്ക സോൾട്ട് ലേക്ക് നേരെ കാണുന്ന ലർണാക്ക സോൾട്ട് ലേക്ക്. ഇതിൽ ഫ്ലെമിംഗോസ് ഉണ്ട്. ഫ്ലെമിംഗോസിനെ കാണാൻ പറ്റും. ഫ്ലെമിംഗോ ഒബ്സർവേറ്ററി ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പള്ളി എത്തും, ഹലാ സുൽത്താൻ ടക്കി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ലർണാക്ക സാൾട്ട് ലേക്കിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു പള്ളി ഉണ്ട് കേട്ടോ. ഹലാ സുൽത്താൻ ടെക്കെ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഹലാ സുൽത്താൻ ടെക്കെ എന്ന് പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അനുയായിയായ ഹറാമിനോടുള്ള ആദരക സൂചകമായി ഓട്ടോമൻ ഭരണകാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. ഓട്ടോമൻ കാലഘട്ടത്തിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പോകുന്നൊരു സ്ഥലമാണ്. ഓട്ടോമൻ പീരീഡിലുണ്ടായ ഒരു ആർക്കിടെക്ചറൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ആ ഒരു രൂപം എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതാണ്. ഓട്ടോമൻ കാലഘട്ടത്തിൽ അത് നശിക്കപ്പെട്ടിരുന്നു. പിന്നീട് 18th സെഞ്ച്വറിയിൽ അത് റീബിൽഡ് ചെയ്യപ്പെട്ടു. ഇവിടെ എല്ലാം നശിക്കുക, റീബിൽഡ് ചെയ്യുക എന്നുള്ളതൊരു ഇതാണ്. കാരണം ഒരുപാട് ചരിത്രം അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ സൈപ്രസ് എന്ന് പറയുന്ന. ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. റിമെയിൻസ് ഓഫ് ആൻഷ്യൻ സെറ്റിൽമെൻറ്റ് അങ്ങോട്ടുണ്ട്. ആൻഷ്യൻ സെറ്റിൽമെൻറ്റ് റിമെയിൻസ് അങ്ങോട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു ടോമ്പുണ്ട്. ഇതാണ് പള്ളി. നമുക്ക് ആൻഷ്യൻ സെറ്റിൽമെൻറ്റ് ഒന്നും കണ്ടില്ല. അല്ല, അങ്ങോട്ട് പോകാം അല്ലേ? വേർ ഈസ് ദ ആൻഷ്യൻ സെറ്റിൽമെൻറ്റ്? ഇതിങ്ങനെ എക്സ്കവേറ്റ് ചെയ്തെടുത്ത പണ്ടത്തെ ആ ഒരു വാളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഈ പള്ളിയുടെ റിമെയിൻസ് മുന്നേ ഉണ്ടായ ഓട്ടോമൻ കാലഘട്ടത്തിൽ പണിയെടുപ്പിച്ച പള്ളിയുടെ കുറേ ഭാഗങ്ങളാണ്. അതിങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹമാം ഏരിയ, കാലും ഒക്കെ കഴുകിയിട്ട് ഉള്ളോട്ട് കയറേണ്ട സ്ഥലം. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇത് വെറുതെ ഒരു സംഭവമാണ്. ഉള്ളിലൊന്നുമില്ല. കാലൊക്കെ കഴുകാനുള്ള സ്ഥലമാണിത്. പള്ളിൻ്റെ ഉള്ളിലൊന്ന് കയറാം നമുക്ക്. അങ്ങനെയാണ് പള്ളീൻ്റെ ഉള്ളിലുള്ളത്. നമുക്കിനി ചുറ്റുമുള്ളതൊന്ന് കണ്ടിട്ട് വരാം. ഈ കല്ലിൻ്റെ ഡിഫറൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് പുതിയതാണ്, ഇത് റീകൺസ്ട്രക്റ്റഡ് ആണ്. ഇത് പണ്ടത്തെ പാർട്ടാണെന്നുള്ളത്. ആ ഒരു മണ്ണൊക്കെ കുഴച്ച് തേച്ച പോലത്തെ ഒരു സംഭവമാണ്. എന്തായാലും പഴയ പള്ളിയുടെ പാർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഖബറിസ്ഥാൻ്റെ പാർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് തോന്നുന്നു ഇതൊക്കെ ഉള്ളത്. ഖബറുകൾ കുറച്ചൊക്കെ ഇടുന്നുണ്ട്. ഇതാണ് ടോമ്പ്. ടോമ്പ് ഇവിടെ ഉണ്ട്. ടോമ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഓട്ടോമൻ സ്റ്റൈലുള്ളതാണ്. ഓട്ടോമൻ സ്റ്റൈൽ തൊപ്പിയോ അങ്ങനെ ഒരു സംഭവം എന്തോ വെച്ചിട്ടുണ്ട് അവിടെ. ലർണാക്ക സാൾട്ട് ലേക്കിൽ ഇപ്പോൾ വരുന്നത് വെച്ചാൽ ഈ ഫ്ലെമിംഗോസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇതാ ഫ്ലെമിംഗോസൊക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ വെള്ളത്തിൽ. ഗൂഗിൾ മാപ്സിൽ ലർണാക്ക സാൾട്ട് ലേക്ക് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നതാണ്. ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവിടുത്തെ വണ്ടി നിർത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇത് കാണുന്നില്ലേ, ഇതിൻ്റെ മുകളിലോട്ട് കർബിൻ്റെ മുകളിലോട്ട് കയറ്റിയൊക്കെ നിർത്താം. വഴി ബ്ലോക്ക് ചെയ്യാത്ത തരത്തിലൊക്കെ നിർത്താം. അതൊന്നും ഫൈനുള്ള കാര്യമല്ല. ഇങ്ങനെയൊക്കെ നിർത്തിയാലൊന്നും പ്രശ്നമല്ല. ഇവിടെ വണ്ടി നിർത്തുക, ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ. കാരണം അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് നടക്കാൻ വേണ്ടിയിട്ട്. വണ്ടി ഇട്ടിട്ടുണ്ട്, ഇപ്പുറത്തൂടെ വണ്ടിയും പോകും. ഇങ്ങനെയൊക്കെ നല്ല ഈ വീട് സഹകരണ മനോഭാവമുള്ളതാണെങ്കിൽ നല്ലതായിരുന്നു. ഇതൊക്കെ ഇതാ വീടുകൾ, അങ്ങനെ വലിയ പൈൻ മരങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നല്ല രസമുണ്ട്. നല്ല വീടല്ലേ? വീടങ്ങ് വാങ്ങിച്ചാലോ? പിന്നെ മുകളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട് വ്യൂ നോക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ വരുന്നത്.
ഇങ്ങനെ സൈഡിലോട്ടൊക്കെ നടന്നിട്ട് അങ്ങ് വരെ നടക്കാൻ പറ്റും. ഈ ലേക്കിൻ്റെ സൈഡ് വരെയൊക്കെ നടക്കാൻ പറ്റും. അങ്ങൊക്കെ അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഫ്ലെമിംഗോ എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. കുറേ ദൂരെയാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ സ്പോട്ട് പോലെ കാണുന്നില്ലേ, അതാണ് ഫ്ലെമിംഗോ ഉള്ളത്. മറ്റേ സൈഡിൽ നിന്നാണെങ്കിൽ നമുക്ക് വൃത്തി കാണാൻ പറ്റും. അതാണ് നമ്മൾ നേരത്തെ പോയ ഹലാ സുൽത്താൻ ടെക്കെ. അതിൻ്റെ അപ്പുറത്ത് ഇവിടെയാണ് ഫ്ലെമിംഗോസിനെ നമ്മൾ സ്പോട്ട് ചെയ്ത സ്ഥലം. നമ്മൾ ദുബായിലെ റാസൽ ഖോർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഇല്ലേ, നമ്മൾ ഫ്ലെമിംഗോസിനെ കാണാൻ പോകുന്ന അതേ സ്ഥലം പോലെ തന്നെയാണ്. നമ്മളിവിടെ നിന്ന് പതുക്കെ ഇറങ്ങുവാണ്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നു. സൈപ്രസിനോട് ബൈ ബൈ പറയാൻ സമയമായി. നമ്മൾ ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക്. 1092.9 കിലോമീറ്റർ ഓടിച്ചു. ഓക്കെ, അതായത് നമ്മുടെ കിലോമീറ്റർ. ഇവിടെയാണ് നമ്മൾ രാത്രി വന്ന് വണ്ടി എടുത്തത്. അവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടതാ ബൈ ബൈ പറയുകയാണ്. നമ്മളങ്ങനെ നേരെ ഡിപ്പാർച്ചറിലേക്ക്. ദ 14 to 16 നമ്മളെ അബുദാബി എയർപോർട്ടിലേക്കുള്ള വിസേറിൻ്റെ ചെക്ക് ഇൻ കൗണ്ടർ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മൾ വളരെ നേരത്തെയാണ്, ചെക്ക് ഇൻ ടൈം ആയില്ല. നമ്മൾ 1:50 ആയുള്ളൂ. വൈകുന്നേരം 6:20 ഫ്ലൈറ്റ് ആണല്ലേ. നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറുടെ കാണിക്കുന്ന സ്ഥലത്ത് ഈസി ജെറ്റിൽ ചെക്ക് ഇൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്ക് ഇൻ കൗണ്ടർ ഓപ്പൺ ആയില്ല. നമ്മളിങ്ങനെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ അല്ലേ. ഇവിടെ ലോഞ്ച് സ്കാല ലോഞ്ചാണ്. ഇങ്ങോട്ടാണ് ഡ്യൂട്ടി ഫ്രീ. നമ്മൾ സ്കാല ലോഞ്ചിലോട്ട് പോവാണ്. വിസേറിൽ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് വരായിരുന്നു. ബോർഡിംഗ് പാസ്സൊക്കെ ഓൺലൈനായിട്ട് കിട്ടിയതായിരുന്നു. വേണമെങ്കിൽ ഡയറക്റ്റ് വരായിരുന്നു. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു അങ്ങനെ വരാൻ പറ്റുന്നുള്ള കാര്യം. അതുകൊണ്ട് ചെക്കിംഗ് കൗണ്ടറിൽ പോയിട്ട് നമ്മൾ അവിടെ നോക്കുന്ന സമയത്ത് അവർ ബോർഡിംഗ് പാസ് ഒന്നും തന്നില്ല. ബോർഡിംഗ് പാസ് അപ്പോഴേക്കും നമ്മുടെ ഫോണിലുള്ള സംഭവം തന്നെയാണ്. അപ്പോൾ ഇതാണ് ലോഞ്ച് വരുന്നത്. അങ്ങനെ ലോഞ്ചിൽ ആരും ഇല്ല അല്ലേ, തിരക്കില്ല. ആ കിടില ലോഞ്ചാണല്ലോ, കിടു ലോഞ്ചാണല്ലോ അല്ലേ, അടിപൊളി. എന്തായാലും അടിപൊളി ലോഞ്ച് കേട്ടോ. കിടു ആംബിയൻസ് ഉള്ള ലോഞ്ച്, ഫുള്ള് നല്ല അടിപൊളി തീമിലൊക്കെ ആക്കി വെച്ചേ. നല്ല കാറ്റുണ്ടല്ലേ. പുറത്തോട്ടൊന്ന് ഇവിടെ പുറത്തിരിക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം വെച്ചിട്ടാ. സ്മോക്കിംഗ് ഏരിയ ആണ്. ഓക്കെ, ആഹാ ഇത് കൊള്ളാല്ല, അടിപൊളി. അവിടെ ഏതോ ഒരു ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുന്ന ടേക്ക് ഓഫ് ചെയ്യുന്നയോ? അതേതാ? ആഹാ, ഇവിടെ പുറത്ത് നല്ല കാറ്റാണ്. പക്ഷെ ഇങ്ങനെ സ്മോക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ഇരുന്നിട്ട് നമുക്കൊന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇവിടെയും ലോഞ്ച് ആക്സസിൻ്റെ ഏരിയ ഉള്ള സ്ഥലമാണ്. ഇത് കൊള്ളാം. ഗേറ്റ് നമ്പർ 11 എത്തി. വിസേറിൻ്റെ സ്ഥിരം പരിപാടി നമ്മൾ നടന്ന് വണ്ടി കയറ്റിയിട്ട് മാത്രമേ പോകുള്ളൂ. ഈ ഹെയറോ ബ്രിഡ്ജ് എന്നുള്ള പരിപാടി ചെയ്യില്ല അല്ലേ. അതങ്ങനെയാണ് അവർ പ്രൈസ് കൊടുക്കുന്നത്. ബഡ്ജറ്റ് ആക്കുന്ന സമയത്ത് അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നടന്ന് കാരണം അത്രേ ഉള്ളൂ. മിസ് പ്രയോറിറ്റിയിൽ വലിയ കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബോർഡ് ചെയ്യാൻ പോകുന്ന സെയിം പരിപാടി തന്നെ. ഫുള്ള് നടന്ന് കയറണം അല്ലേ, നടന്ന് കയറണം. നമ്മുടെ ഈ ഒരു സൈപ്രസ് സീരീസ് ഇഷ്ടമായിട്ടുണ്ടോ, ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യണം കേട്ടോ. കൂടാതെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽസിൽ ചോദിച്ചാൽ മതി. ബോർഡ് ചെയ്യാൻ പോവാണ് നേരെ അബുദാബിക്ക്. അപ്പം ബൈ ബൈ.